അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഞാൻ മജീദ് ബത്തബ്രിയം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സന്തോഷ വാർത്ത നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ബഹുമാനപ്പെട്ട കാന്തപുരം AP ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന ആത്മകഥാ പുസ്തകം നമ്മളെല്ലാവരും വായിച്ചു. കേരള ജനത അതിനെ നെഞ്ചിലേറ്റി എന്നത് സത്യമാണ്. എന്നാൽ ഇതാ ഉസ്താദിന്റെ പുതിയൊരു ആത്മകഥ ഇറങ്ങാനിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന വ്യാഴാഴ്ച ബാംഗ്ലൂരിൽ വെച്ച് അതിന്റെ പ്രകാശനം ചെയ്യുകയാണ്. ഉസ്താദ് നടത്തുന്ന അന്താരാഷ്ട്ര തലത്തിൽ കാന്തപുരം ഉസ്താദ് സൂക്ഷിക്കുന്ന സൗഹൃദ ബന്ധങ്ങളെ ആസ്പദമാക്കി വൺ ടൈം വൺ ലൈഫ് എന്ന ഇംഗ്ലീഷ് ജീവചരിത്ര പുസ്തകമാണ് വ്യാഴാഴ്ച പുറത്തിറങ്ങാനിരിക്കുകയാണ്. നോക്കൂ, അത് ബാംഗ്ലൂരിൽ ഇൻഷാ അല്ലാഹ് വൈകിട്ട് 6 മണിക്ക് പ്രസിഡൻസി യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ചടങ്ങിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പുസ്തകം പ്രകാശനം ചെയ്യും. വേദിയിൽ ഉപമുഖ്യമന്ത്രി ശിവകുമാർ, അതുപോലെ തന്നെ സ്പീക്കർ UT ഖാദർ, അതുപോലെ തന്നെ കാന്തപുരം AP ഉസ്താദ് അടക്കം വേദിയിൽ പങ്കെടുക്കുന്നതാണ്. ഇംഗ്ലീഷിൽ ആദ്യമായിട്ടാണ് ഉസ്താദിന്റെ ആത്മകഥ ജീവചരിത്രം ആദ്യമായിട്ടാണ് ഈ പുസ്തകം ഇറങ്ങുന്നത്. ഉസ്താദിന്റെ അന്തർദേശീയ ഇടപെടലുകൾ, ജീവിത ദൌത്യം, അതുപോലെ സാമൂഹിക സാംസ്കാരിക സംഭാവനകൾ, മതസൗഹാർദ്ദം, മനുഷ്യസ്നേഹം എന്ന കാര്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉസ്താദ് നടത്തിയ മുന്നേറ്റങ്ങൾ സമഗ്രമായി ആ പുസ്തകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നോക്കൂ, ഉസ്താദിന്റെ സേവനങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. ഉസ്താദ് കേരള സംസ്ഥാനങ്ങളിൽ നടത്തിയ, അന്യ സംസ്ഥാനങ്ങളിൽ നടത്തിയ കാര്യങ്ങൾ, മറ്റുള്ള രാജ്യങ്ങളിൽ നടത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഉസ്താദിന്റെ ആത്മകഥാ പുസ്തകം ഇംഗ്ലീഷിൽ ആദ്യമായിട്ടാണ് ഇറങ്ങാനിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെ എല്ലാവരുടെയും കരങ്ങളിൽ ഇൻഷാ അല്ലാഹ് ആ പുസ്തകം എത്തും. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദമായ വിവരങ്ങൾ ഇൻഷാ അല്ലാഹ് മീഡിയ വണ്ണിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. മീഡിയ വണ്ണിലൂടെ വിശദമായി അത് ആരാണ് എഴുതുന്നത്, അത് ആരാണ് പ്രകാശനം ചെയ്യുന്നതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങൾ കേട്ടു നോക്കൂ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന യത്തീംഖാനയിലും മർക്കസിന്റെ സ്ഥാപനങ്ങളിലും പഠിച്ച് ജോലി നേടിയ പ്രവാസി വ്യവസായിയാണ് കോഴിക്കോട് താമരശ്ശേരി പൂനൂർ സ്വദേശിയായ അബ്ദുസലാം കോളിക്കൽ. ചെറുപ്പം മുതൽ AP ഉസ്താദിനെ ഇദ്ദേഹത്തിന് അടുത്തറിയാം. പണ്ടുമുതൽക്കേ ജാതിമത വിശ്വാസ വൈജാത്യങ്ങളുടെ അതിർത്തിക്കപ്പുറത്തേക്ക് കാരുണ്യത്തിന്റെ കരങ്ങൾ നീട്ടുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ജീവിതരേഖകളാണ് ഇനിയും പുറത്തിറങ്ങിയിട്ടില്ലാത്ത ഈ ഇംഗ്ലീഷ് പുസ്തകം. ഇന്നത്തെ സാഹചര്യത്തിൽ, കാലഘട്ടത്തിൽ നമ്മൾക്ക് മീഡിയകളും മറ്റ് ചാനലുകളും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും പബ്ലിസിറ്റി കിട്ടിയതാണെന്നുള്ളൂ ഇന്നത്തെ ഈ നിമിഷപ്രിയ പ്രസംഗങ്ങൾ. പക്ഷേ ഇതിനു മുമ്പേ തന്നെ ഉസ്താദിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സഹായം നൽകുകയും എല്ലാവരുമായിട്ട് അടുപ്പം കാണിക്കുകയും എല്ലാവിധ സഹായങ്ങൾക്കും ഒരു മനുഷ്യത്വപരമായ നിലപാട് ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വമാണ് ഉസ്താദ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ പഠിക്കുന്ന കാലം തൊട്ടേ എനിക്ക് നേരിട്ട് ബന്ധമുള്ളതും ഇന്ന് വരെ, ഈ നിമിഷം വരെ അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോഴും മറ്റ് വിഷയങ്ങൾ പ്രതിപാദിക്കുമ്പോഴൊക്കെ ഈ ഒരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ്, ആഗോളാടിസ്ഥാനത്തിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം യാതൊരുവിധ ഭൗതികമായ സുഖങ്ങളോ നേട്ടങ്ങളോ അല്ലാത്തൊരു വ്യക്തിയാണ്. ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും സമുദായത്തിനും ഒക്കെ മാതൃകയായിട്ട് ഇത്രയും വലിയൊരു ഇത് കെട്ടിപ്പടുത്തത്.